ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഈവനിങ് മുതലാണ് ഞാൻ വീഡിയോ എടുക്കണത്. കാരണം ഞാൻ ഉറക്കണീറ്റപ്പോൾ ഉച്ചയ്ക്കായി. അപ്പോൾ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ ഒരു സമയം 4:45 അപ്പോൾ ഇന്നത്തെ പ്ലാൻസ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ബ്രദർ ഇന്നലെ ഹോസ്റ്റലിൽ നിന്ന് വന്നു. അവന് നെക്സ്റ്റ് വീക്ക് അവൻ്റെ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നുണ്ട്. എൻ്റെ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നതെന്നൊക്കെ പറയുന്നു. അതിൻ്റെ അതിലോട്ട് ഞാൻ വരാം. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞു വന്നത് അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് പ്ലാൻസ്. ഓക്കെ, അപ്പോൾ അവന് ടൂർ പോകുന്നതുകൊണ്ട് തന്നെ അവന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യണം. അതൊന്ന്, പിന്നെ അവന് പല്ലിന് അപ്പോയിൻമെൻറ്റ് ഉണ്ട് 6 മണിക്ക്. സോ അപ്പോൾ അത് കഴിഞ്ഞ് ഷോപ്പിങ്ങും ചെയ്ത് നമ്മൾ 9:30 ആകുമ്പോൾ പ്രണവ് മോഹൻലാലിൻ്റെ ന്യൂ ഫിലിമില്ലേ, അതിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ അതും കാണാൻ പോകണം. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഐ തോട്ട് ഒരു വ്ലോഗ് എടുക്കാം. അത് മാത്രമല്ല, ലാസ്റ്റ് ടൈം ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ ഞാൻ ഷോർട്സ് ആയിട്ടാണ് പോസ്റ്റ് ചെയ്തത്. അത് ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുവെക്കുക. സ്റ്റുഡിയോയിൽ അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പം അത് ഹോൾ വീഡിയോ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് കാണിക്കാം. പ്ലസ് എൻ്റെ സ്കൂളിൽ നിന്ന് ടൂർ ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ച കുറച്ച് സാധനങ്ങളുണ്ട്. കുറച്ചല്ല, ഒരു 2 സാധനങ്ങൾ ഞാൻ ടൂറിന് വേണ്ടി എന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 3-4 സാധനങ്ങൾ. കുറച്ച് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് ഇതുവരെ വന്നിട്ടില്ല. ലാസ്റ്റ് ഇപ്പോൾ ടൂർ ഉണ്ടോ ഇല്ലയോ എന്തൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷനിലാണ്. ടൂറ് കാണും, പക്ഷെ നമുക്ക് ഫേസ്റ്റ് പറഞ്ഞത് അത് വേണ്ട, അത് പറയുന്നില്ല. പറഞ്ഞാൽ കോമഡി ആവും. ഞങ്ങൾ ഒത്തിരി എക്സ്പെക്ട് ചെയ്തു. എനിവേ, അറിഞ്ഞുകൂടെ എന്താവുമെന്ന്. ഇതുവരെയും ഒരു കുറേ ദിവസം കൊണ്ട് നമുക്ക് ഡെയിലി ഇപ്പം മീറ്റിംഗ് നടക്കുവാണ് അതിൻ്റെ സ്കൂളിൽ. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. എനിവേ, അപ്പം ഞാൻ ആ സാധനങ്ങൾ കാണിച്ചു തരാം. ആൻഡ് നല്ല ലഞ്ചിന് നല്ല എന്താ പറയുക, ചിക്കൻ കറിയും കപ്പയും ചോറും മീനും എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. സൈലൻ്റിടാം, അതായിരിക്കും ബെറ്റർ, അല്ലെങ്കിൽ ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, സോറി. അപ്പം എന്താ പറഞ്ഞേ, അപ്പം ഞാൻ ആ ഹോൾ വീഡിയോ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കാണിച്ചത്, ഞാൻ ടൂറിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതും ഉണ്ട്. അതും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കുറേ നാളായില്ലേ ഞാൻ സംസാരിച്ച് വീഡിയോ എടുത്തിട്ട്. ഞാൻ ഉറക്കം ഉള്ളൂ. മുഖം പോലെ ഞാൻ പല്ല് വെച്ചിട്ട് കാപ്പിയല്ല ചോറ് കഴിച്ചു. മുടിയൊക്കെ എണ്ണയുണ്ട്, വാഷ് ചെയ്യണം. എനിക്കിപ്പോൾ കുളിക്കാൻ പോകണം. അപ്പോൾ അതിന് മുന്നേ ഇവിടെ റൂം ഫുൾ മെസ്സായിരുന്നു. മീൻസ് എൻ്റെ ടേബിള് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ, ലാസ്റ്റ് സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളെല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് കാണിച്ചു തന്നാൽ എനിക്കത് ഓർഗനൈസ് ചെയ്തിട്ട് നേരെ കുളിക്കാൻ പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ വെച്ചാൽ നിങ്ങൾക്കത് കാണിച്ചു തരാമെന്ന്. ഫസ്റ്റ് തന്നെ ഇതാണ് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ട ഔട്ട്ഫിറ്റ്. എൻ്റെ ഫ്രണ്ട്സിനായാലും എനിക്കും ഒക്കെ ഇഷ്ടപ്പെട്ടു. ഇത് അമ്മ കാണിച്ചു തന്നൊരു ഔട്ട്ഫിറ്റാണ് കേട്ടോ. ഞാൻ ഓരോന്ന് വെച്ച് കാണിക്കാം. ദിസ് ഈസ് ദ ടോപ്പ്. ഇതാണ് ടോപ്പ്. ഇവിടെ ഇങ്ങനെ നല്ല ബീഡ്സ് ഒക്കെ വന്നിട്ടുണ്ട്. നല്ല രസമുള്ള ടോപ്പ് കണ്ടോ. ബട്ട് ഇതെനിക്ക് ലൂസാണ്. വൈന്ന് ചോദിച്ചാൽ ഇത് മീഡിയം ആണ് സൈസ്. എനിക്ക് സ്മോൾ ആണ് വേണ്ടത്, ബട്ട് സ്മോൾ ഇല്ല. ഞാൻ ആ മാനുക്യൂനിൽ വരെ നോക്കി സ്മോൾ കിട്ടുമത്, പക്ഷേ സ്മോൾ ഇല്ലായിരുന്നു. അപ്പം എനിക്ക് വേറെ ഒരെണ്ണം ഇഷ്ടപ്പെട്ടൊരു പീച്ച് കളർ, ബട്ട് അതിലും മീഡിയമേ ഇല്ല. അല്ലെങ്കിൽ ഞാൻ അറ്റ്ലീസ്റ്റ് അതിലെടുത്തേനെ. എനിക്ക് ഇത് ഓൾട്ടർ ചെയ്താൽ ഇറ്റ്സ് ഫൈൻ. ഇവിടെ നമുക്ക് ഓൾട്ടർ ചെയ്യാൻ കുറച്ച്. കാരണം എൻ്റെ ഈ ടോപ്പിൻ്റെ ഇവിടെയൊക്കെ ഭയങ്കര ലൂസാണ്. അതിൻ്റെ ഇത് ഭയങ്കര ഇറങ്ങിയാണ് കിടക്കുന്നത്. അപ്പം നമുക്കത് കറക്റ്റ് ചെയ്താൽ ശരിയാവും. ഒന്ന് ഇതാക്കിയാൽ മതി. ബട്ട് ഇത് നല്ല രസമുണ്ടെന്നുകൊണ്ട് എനിക്ക് എടുക്കാതിരിക്കാൻ തോന്നിയില്ല. അതിൻ്റെ അമ്മ പറഞ്ഞു നല്ല രസമുണ്ടെന്ന്. സോ എടുത്തു. എന്ത് ഫംഗ്ഷനാണെന്നൊന്നും അറിഞ്ഞൂടാ, ഇഷ്ടപ്പെട്ടു, എടുത്തു. സോ ഇതിന് 599 ആണ് ഇതിൻ്റെ പ്രൈസ്. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് വൺ. ഇത് സെപ്പറേറ്റ് ആണ് സ്കേർട്ടും. ഇതൊരു സെറ്റായിട്ട് ആണ്, പക്ഷേ സെപ്പറേറ്റ് ആണ് നമ്മൾ വാങ്ങേണ്ടത്. ആൻഡ് ദിസ് ഇസ് ദ സ്കേർട്ട്. എൻ്റെ അടിപൊളി സ്കേർട്ടാണ്. ഇതിൻ്റെ അടിയിൽ ഒരു ക്യാനും കൂടി ഇട്ടാൽ നല്ല ഓളിയായിട്ട് നിൽക്കും. എനിക്ക് എൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 165 ആണ്. സോ മേ ബി അന്ന് കുറച്ചും കൂടെ കൂടിയിട്ടുണ്ടാകും. ഞാൻ ഒന്നുകൂടി പ്രോപ്പർലി എൻ്റെ ഹൈറ്റ് നോക്കാം. സോ എനിക്ക് ഇത് ഇവിടെ ഇട്ടാൽ അങ്ങ് താഴെ വരെ ഇഴഞ്ഞ് കിടക്കും. ഇവിടെ ഇടണം പക്ഷേ, അപ്പം കുറച്ചധികം വയർ കാണും. അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ കയറ്റി ഇടണം. അപ്പോൾ എൻ്റെ കാല് കുറച്ച് കാണാൻ പറ്റും. എനിക്ക് യൂഷ്വലി കാല് കാണാത്ത രീതിയിലാണ് ഇങ്ങനെ സ്കേർട്ട് ഇടാൻ ഇഷ്ടം. ബട്ട് ലെറ്റ്സ് സീ, അങ്ങനെ ഞാൻ എങ്ങനെ ഇട്ടുകൊണ്ട് പോകും എന്നുള്ളതും ഒരു ഫാക്റ്റാണ്. ബട്ട് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളിപ്പോൾ എന്നെക്കാട്ടിലും ഹൈറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ്. കൂടുതലാണെങ്കിലും ഇറ്റ്സ് ഫൈൻ. നമുക്ക് അങ്ങനെ ഇടാൻ പറ്റും. ഞാൻ ആ ഷോർട്സിൽ ഞാനിത് ഇട്ടിട്ടുള്ള വീഡിയോ ഉണ്ട്, നിങ്ങളിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സോ ഇതൊക്കെ ഇതെന്ത് പൂവാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പലപ്പോഴായിട്ടുള്ള വ്ളോഗിൽ. എനിക്ക് പിങ്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനായിട്ട് പോയി പിങ്ക് ചൂസ് ചെയ്യും. ആൻഡ് ദ യൂണിവേഴ്സ് ഓർ ദ പീപ്പിൾ അറൗണ്ട് മീ മെയ്ഡ് മീ ടു ബൈ ടു പിങ്ക്. ഇപ്പം എന്താ പറയുക, അമ്മയാണ് എനിക്കിത് ചൂസ് ചെയ്യുന്നത്. യൂഷ്വലി ഞാൻ പിങ്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ അമ്മ പറയും, എൻ്റെ അലമാര തുറന്നാൽ ഒരു പിങ്ക് മയമായിരിക്കും കുറേയൊക്കെ. അപ്പം എത്ര പിങ്ക് ഉണ്ട്, ബട്ട് സ്റ്റിൽ അമ്മ എൻ്റെ അടുത്ത് ഇത് വാങ്ങിക്കാൻ പറഞ്ഞു. ഞാനിത് ആദ്യം കണ്ടു, ബട്ട് ഞാൻ പിങ്ക് ആയതുകൊണ്ട് പിന്നെ അങ്ങോട്ട് എന്തിനാ എല്ലാം പിങ്ക് എന്നുള്ള രീതിയിൽ പോയി. ബട്ട് അമ്മയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ അതാണ് ഇത്. കുറേ പറഞ്ഞല്ലോ ഇതിനെപ്പറ്റി. സോ ഇനി അടുത്ത പ്രൊഡക്റ്റിലോട് നോക്കാം.
AC ഇട്ടിട്ട് അതും തുറന്നു ബാത്റൂമിലെ ഡോർ തുറന്നിട്ടേക്കായിരുന്നു. ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. വെറുതെ അല്ല, ചൂടെടുക്കും എനിക്ക്. ഞാൻ ഫേസേ വാഷ് ചെയ്തില്ല, ഒരുമാതിരി ചെയ്യുന്നു. ബട്ട് കോൺഫിഡൻസ്. ഓക്കെ, ലിപ് ബാം പോലും കേട്ടിട്ടില്ല, ചുണ്ടും ട്രൈ ആവുന്നു. അടുത്തത് ഇതിൻ്റെ ഒരു ബ്രൗൺ കളറും ഞാൻ ട്രൈ ചെയ്തു. എനിക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് ബ്രൗണിനോട് ഒരു ആക്രാന്തം, അത് നിങ്ങൾക്ക് ഇനി കാണാൻ പറ്റും. എനിക്ക് ബ്രൗണിനോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി തുടങ്ങി ഇപ്പം. സോ അപ്പം അമ്മ പറഞ്ഞ എല്ലാം ബ്രൗൺ എടുക്കണ്ട, ഇത് വാങ്ങിക്കുമെന്ന് പറഞ്ഞു. സോ ഈ ഒരു ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഷർട്ടാണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോഴും 599. ഞാൻ സ്കേർട്ടിൻ്റെ പ്രൈസ് പറഞ്ഞില്ലല്ലേ. സ്കേർട്ടിന് ഐ ഗെസ് 899 ആണ് ആ സ്കേർട്ടിന്. ടോപ്പിന് 599. ഓക്കെ, ഞാൻ പ്രൈസ് പല വീഡിയോസിലും പറയാൻ മറന്നു. അപ്പോൾ കുറേ പേര് അതും ചോദിച്ചു. അപ്പോൾ ഇത് ആക്കാന്ന് വെച്ചു. പിന്നെ ഈ ഒരു ഇന്നർ, ഇത് ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ ഇതേപോലത്തെ ടീഷർട്ട്സ് ആണെങ്കിലും കാഷ്വലി നമുക്ക് ഇങ്ങനത്തെ ടീഷർട്ട് ഓവർ സൈസ് ആയിട്ടുള്ളൊക്കെ ഇടുമ്പോൾ ഇത് ഭയങ്കര നല്ലതാണ്. ഇത് ടീഷർട്ട് ബ്രാ എന്നാണ് പറയുന്നതിന് കേട്ടോ. ടീഷർട്ട് ബ്രാ ആണ്. ഇതിൻ്റെ തന്നെ പല ഷെയ്ഡ്സ് ഉണ്ട്, കുറേ കളർ ഉണ്ട്. ഞാൻ പറഞ്ഞ ബ്രൗണ്, നമുക്ക് ഇതിലും വരെ ബ്രൗൺ. എനിക്ക് ബ്രൗൺ ഇഷ്ടമായിരുന്നു, എല്ലാത്തിലും ബ്രൗൺ ഉണ്ട്. അപ്പോൾ ഞാൻ ബ്രൗൺ തന്നെ എടുത്തു. ലൈക്ക് ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ട് എൻ്റെ കയ്യിൽ, അമ്മയുടെയിലും പല പല കളറുണ്ട്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. സ്റ്റുഡിയോയിൽ തന്നെ ഇതിൻ്റെ കുറേ കളറുണ്ട്. ഞാൻ കുറേ കളർ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇത് ഭയങ്കര സുഖമുള്ളൊരു സംഭവമാണ്. മീൻസ് നല്ലൊരു എന്താ പറയുക, എനിക്ക് സ്റ്റുഡിയോയുടെ ഈ ബ്രാസൊക്കെ അടിപൊളിയാണ്. പക്ഷെ എനിക്ക് പാൻറ്റീസ് അത്ര സുഖം തോന്നിയിട്ടില്ല. ഓക്കെ, അടുത്ത് ഇത് ഞാൻ ടൂർ പോകാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഈ ഒരു ബാഗ്. ലൈക്ക് ഇത് സെപ്പറേറ്റ് ആണ്. ഇത് ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിച്ചതാണ്. അത് ഞാൻ ഇതിലിങ്ങനെ ഇട്ട് നോക്കിയെന്നേ ഉള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം ഇത് കഴിഞ്ഞിട്ട്. എന്ത് അടിപൊളി ബാഗാണ് നോക്ക്, കണ്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി. ഇത് എനിക്ക് എന്തോ 200 റുപ്പീസിനാണ് കിട്ടിയത്. 200 റുപ്പീസിൻ്റെ ബാഗാണെന്ന് ഒരിക്കലും പറഞ്ഞത്. അത്രയ്ക്കും പിടിക്കുമ്പോഴേ ക്വാളിറ്റി ഫീൽ ചെയ്യും. ഉള്ളിലാണെങ്കിലും ഒക്കെ അടിപൊളി ബാഗ്. ആൻഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും ഇവിടെ സൈസൊക്കെ. ആൻഡ് ഞാൻ ഈ ബാഗ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് സ്റ്റുഡിയോ പോയത്. അപ്പോൾ ഐ സോ ദിസ് ബാഗ് ചാം. എനിക്ക് സ്റ്റുഡിയോയുടെ ബാഗ് ചാം ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കുറേ ഉണ്ട്, 2-3 എന്തോ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതൊരു സണ്ണും എന്താ പറയുക, ഒരു സ്പേസ് തീമിൽ വരുന്നത് മൂണൊക്കെ ആയിട്ടുള്ളത്. ആൻഡ് ഇത് ഇങ്ങനെ ഒരു പേൾസ് വന്നിട്ട് ഒരു ഹാർട്ടൊക്കെ വന്നൊരു ബോ ഉള്ള ഒരു പിങ്ക് ബോ ലേസ് വരുന്നത്. ആൻഡ് ഇപ്പോൾ റീസെൻ്റ്ലി വാങ്ങിച്ചതാണ് ഇത്. എന്ത് രസമാണ്, ക്യൂട്ട്. എന്നിട്ട് ഞാൻ ഈ ബാഗ് ഈ ചാം വാങ്ങിച്ചതിന് ശേഷമാണ് പക്ഷേ ഈ ബാഗ് റിസീവ് ആയത്. അപ്പോൾ ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇതിലിട്ട് നോക്കിയേ. ഇത് കണ്ടോ, ഈ സിബിൻ്റെ കളറും ഈ ഒരു കൊളുത്തിൻ്റെ ഈ സെയിം കളറാണ്. ലൈക്ക് ഡിറ്റോ സെയിം. ഈ ബാഗിൻ്റെ കൂടെ ഉള്ളതാണേ പറയുള്ളൂ, സെപ്പറേറ്റ് വായിച്ചതെന്ന് പറയില്ല. അത്രയും പ്രിറ്റി കണ്ടോ. ഒന്നും പ്രൈസ് ടാഗ് പൊട്ടിച്ചില്ല. സോ അതായത് നിങ്ങൾക്ക് പറഞ്ഞു തരാമല്ലോ. ഈ ബാഗ് ചാമ്പിന് 99 ആണ്. മിക്ക ബാഗ് ചാമ്പ്സിനും സുഖയിൽ 99 തന്നെയാണ്. നല്ല കളക്ഷൻസ് ഉണ്ട്. ബാഗ് ചാമ്പ് ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാം. എനിക്കിപ്പോൾ ബാഗ് ചാമ്പ്സും ഭയങ്കര ഇഷ്ടമാണ്. അത് ആഡ് ചെയ്യുമ്പോൾ ബാഗിന് കുറച്ചുകൂടെ ഭംഗി കൂട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഇനി അടുത്ത് ഈ ഒരു ഡ്രസ്സ്, ഇത് കിനാരി ആണോ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ആണ്. ഇതൊരു ഇൻസ്റ്റഗ്രാം പേജ് എന്നാണ്. ബൈ ദ ബൈ അവരുടെ പേജിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഞാൻ ബാഗിൻ്റെ പ്രൈസ് പറഞ്ഞല്ലോ, മീഷോ എന്നാണ്. അതിൻ്റെയും ഞാൻ താഴെ കൊടുക്കാം. ബാഗ് ചാമ്പ് 99 ആണ്, സ്റ്റുഡിയോ എന്നാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഡ്രസ്സ് ഞാൻ വിചാരിച്ചു നമ്മൾ മൈസൂർ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൈസൂർ പോകുമ്പോൾ ഭയങ്കര ഒരു ഇൻഡോ വെസ്റ്റേൺ പിടിക്കാം, ഒരു ജീൻസും ഷോർട്ട് കുർത്തി ഇടാം എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ഞാനിത് ഓർഡർ ചെയ്തത്. ടൂർ അനൗൺസ് ചെയ്ത് ലൈക്ക് ടൂർ പോകുമ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ പ്ലാനിങ് ഒക്കെ തുടങ്ങുമല്ലോ. ആ ടൈമിൽ ഞാൻ വാങ്ങിച്ചതാണ്. ലൈക്ക് ഐ ജസ്റ്റ് റാൻഡംലി സ്ക്രോളിങ് ത്രൂ ഇൻസ്റ്റാഗ്രാം. ഐ സോ ദിസ്, ഐ ലൈക്ക് ഇറ്റ് ആൻഡ് ഐ ബോട്ട് ഇറ്റ്. അങ്ങനെയാണ് ഇത് സംഭവം വാങ്ങിച്ചത്. ഇതിന് പാൻറ്റും ഈ ടോപ്പിനും കൂടെ 1500 സംതിങ് പ്ലസ് ഡെലിവറി ആണോ ഇത്. ഇതാണ് ഇത് തുറന്ന് കാണിച്ചു തരാം. ഇതാണ് അവരുടെ പേജ്. താഴെ കൊടുത്തേക്ക് കാണാൻ പറ്റില്ലല്ലോ, മിറർ ആയിട്ടല്ലേ ഇരിക്കുന്നത്. സോ ഇതാണ് ആ ഒരു ടോപ്പ്. കാണാൻ പറ്റുന്നുണ്ടോ? സോ ടോപ്പ് ലുക്സ് ലൈക്ക് ദിസ്. ഇത്ര ഒരു കാണാൻ പറ്റുന്നില്ല. ഇത്ര ഒരു ലെങ്ത് വരുന്നുണ്ടാവും. അതിൻ്റെ ഷോർട്സിൻ്റെ അത്ര ലെങ്ത്, കറക്റ്റ് ലെങ്ത്. സോ ഇങ്ങനെ ഇട്ടാൽ ഈ ഒരു ലെങ്ത് വരും. ആൻഡ് കൈ ഇത്ര നീളം ഉണ്ടാവും. സോ ഇതാണ് ഒന്ന്. ആൻഡ്
ഇതൊരു കോംബോ ആയിട്ടാണ് ഈ ജീൻസുമായിട്ട് സെപ്പറേറ്റ് വാങ്ങിക്കാം. ബട്ട് ഈ ജീൻസും ഇതുമാണ് ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. സോ അപ്പോൾ ഞാനതങ്ങ് വാങ്ങിച്ചു ആ കോംബോ ആയിട്ട്. ഇതിൽ സാറാന്നൊക്കെ എഴുതിയിട്ടുണ്ട് ജീൻസ്. സോ ദിസ് ഈസ് ദ ജീൻസ്. ഇങ്ങനെയാണെന്ന് വെച്ചാൽ കാണാൻ പറ്റില്ല. ഇതാണ് ആ ജീൻസ്. എൻ്റെ പെർഫെക്റ്റ് ഫിറ്റിംഗ്. അതുപോലെ ടോപ്പാണെങ്കിൽ എൻ്റെ പെർഫെക്റ്റ്. ലൈക്ക് എനിക്ക് കൈയും ഇവിടെ ഷേപ്പായാലും അഡ്ജസ്റ്റ്. ബട്ട് എനിക്ക് കൈ നല്ല ലൂസായിട്ട് കിടക്കണം. ബട്ട് ഇത് അത്യാവശ്യം ബോഡി ലൂസാണ്, കൈയും ലൂസാണ്. ഭയങ്കര ഓവർ സൈസ് ലുക്ക് തരുന്ന ഭയങ്കര ഒരു രസമുള്ള ജീൻസാണ്. സോ ഈ ഒരു ജീൻസും ആണ് ഞാൻ വാങ്ങിച്ചത്. ഓക്കെ, ഇനി കുറച്ച് ജ്വല്ലറീസ് കാണാം. ഇതെൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സെറ്റാണ്. പോകതാവൂല ആവശ്യമുള്ള സമയത്ത്. ഇതുണ്ടോ, ഇതൊരു സത്യം പറഞ്ഞ ഒരു ഗാലക്സി പോലൊരു തീമുണ്ട്. എൻ്റെ നെയിൽസ് ആണെങ്കിൽ ഭയങ്കര ബാഡായിട്ടിരിക്കുന്നത്. കാരണം ഞാനൊരു സംഭവം ഇങ്ങനെ എന്നെ കാണിക്കുന്നില്ലേ, എന്തൊക്കെയോ പറ്റി എൻ്റെ ഫോണിൽ. മനസ്സിലായി ഇത്ര നേരം എൻ്റെ ക്യാമറയ്ക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് എനിക്കിപ്പോഴും മനസ്സിലായി. ക്ലാരിറ്റി ഉണ്ടാകുമെന്ന് തോന്നുന്നു. ഇടയ്ക്ക് എന്തോ പറ്റി, ക്യാമറയിൽ എന്തോ ഡസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം അമ്മ എന്തായാലും വന്നിട്ടുണ്ട്. കാരണം ഇനി ഒട്ടും സമയമില്ല. എൻ്റെ തലയിലൊക്കെ എണ്ണയുണ്ട്, എനിക്ക് പോയി കുളിക്കണം. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്ന എന്താ, ഇതല്ലേ ഞാൻ കാണിച്ചുകൊണ്ടിരുന്ന സെറ്റ്. യെസ്, ഇതിൽ വന്നിട്ടൊരു സോളാർ തീം എന്ന് വേണമെങ്കിൽ പറയാം. സണ്ണുണ്ട്, മൂണുണ്ട്, സ്റ്റാറുണ്ട്, പിന്നെ ഒരു ഈവിലൈ ഉണ്ട്. ഈ ഈവിലൈ കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ബട്ട് ദ സെറ്റ് ഇറ്റ് സെൽഫ് ലുക്ക് സോ ഗുഡ്. ഇതിന് 149 ആണ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ നെയിൽസ് അത്ര ഗുഡ് കണ്ടീഷനിലല്ല. ഞാനൊരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് മോശമായിട്ട് ഞാനിങ്ങനെ കൈയോട്ട് ഞാൻ മിക്സാക്കി. അപ്പം അത് വേസ്റ്റ് ആയിട്ടിരിക്കുവാണ്. ഓക്കെ, അതിന് 149 ആണ്. അതിൻ്റെ അടുത്ത സെറ്റ് ഇതാണ്. ഇതിലും ഈവിലൈ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഫസ്റ്റ് ഇതാ വാങ്ങിച്ചത്. ഇത് ഞാൻ കാണിച്ചു തോന്നുന്നു ഒരു വീഡിയോയിൽ, ഐ എം നോട്ട് ഷുവർ. അപ്പം ഇതിലും ഈവിലൈയും ഇതും ആക്ച്വലി ഇതിലും സ്റ്റാറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇതിലും ഉള്ളത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു സെറ്റ്. ഇത് രണ്ടും സ്റ്റുഡിയോന്നാണ്. സ്റ്റുഡിയോയുടെ ജ്വല്ലറീസ് പെട്ടെന്ന് കളർ പോകുന്നു കുറേ പേര് പറഞ്ഞു. പക്ഷേ എനിക്കില്ല, അത്യാവശ്യം ലാസ്റ്റ് ചെയ്യാറുണ്ട്, കുഴപ്പമില്ല. ബട്ട് ഭയങ്കര ഇതാണെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ 99, 149 ഒക്കെ അത് ബോത്താണ്. പിന്നെ വാങ്ങിച്ചതാണ് ഈ ഒരു ഫുഡ്വെയർ. എനിക്ക് സ്റ്റുഡിയോയിൽ എല്ലാ ഫുഡ്വെയർ ഇഷ്ടപ്പെട്ടു. ഈ വട്ടം പോയപ്പോൾ എനിക്ക് ലിറ്ററലി എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടെ. അപ്പം അമ്മ പറഞ്ഞു ഈ വട്ടം ഞാൻ കുറച്ചുകൂടെ അമ്മയുടെ ചോയ്സിന് വിട്ടുകൊടുത്തു. അപ്പം ഈ ഒരു ബ്രൗൺ ലുക്സ് സോ ഗുഡ് എന്ന് പറഞ്ഞു. ആൻഡ് ഭയങ്കര എനിക്കും പിന്നെ ബ്രൗണിനോടൊരു ഇഷ്ടം തോന്നിയായിരുന്നു. ബിക്കോസ് ആ കളർ ഭയങ്കര രസമുണ്ട്. ആൻഡ് ദ മെയിൻ തിങ് ഈസ് ലൈക്ക് നമുക്ക് ഒരമ്മ പെറ്റ അളിയന്മാരാണെന്നല്ലേ പറയും, ഒരേപോലെ ഉണ്ട്. സോ ഇറ്റ് ലുക്ക് സോ ഗുഡ്. ലൈക്ക് ഇമാജിൻ ഈ ഒരു ബാഗും ഈ ഒരു ഫുഡ് വെയർ ആൻഡ് ഇതിൽ നമുക്ക് എന്താ പറയുക, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇയറിങ്സ് ആൻഡ് ഈ ഒരു ടോപ്പും ഈ ഒരു ജീൻസും നമുക്ക് വേണമെങ്കിൽ എൻ്റെ വാച്ച് കളക്ഷനിൽ ഈ ഒരു ഗോൾഡൻ വാച്ചും കൂടെ ലൈക്ക് ഇതെല്ലാം കൂടിയും ഒരു ഔട്ട്ഫിറ്റ് ആക്കാം. ദ ഫാക്ട് ഈസ് ലൈക്ക് ഇതെല്ലാം ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് വാങ്ങിച്ചത്. ബട്ട് ഞാനിങ്ങനെ ഒരു ഔട്ട്ഫിറ്റ് ആക്കണം എന്ന് വിചാരിച്ച് വാങ്ങിച്ചില്ല. പക്ഷേ ഇത് നമ്മൾ കോയിൻസിഡൻസിലി നമ്മളെന്തെങ്കിലും ഇങ്ങനെ ഒരു സാധനം വാങ്ങുമ്പോൾ അത് എല്ലാം കൂടെ പുട്ട് ടുഗെദർ ആകുമ്പോൾ നല്ല രസമായിട്ട് തോന്നില്ല. അതേപോലെ ഉണ്ട്. എനിക്ക് അങ്ങനെ എപ്പോഴും വരാറില്ല. ഞാനായിട്ട് ഔട്ട്ഫിറ്റായിട്ട് മാച്ച് ചെയ്ത് വാങ്ങുന്നതല്ലാണ്ട് എനിക്ക് അങ്ങനെ വരാറില്ല. ബട്ട് ഇറ്റ് ലുക്ക് സോ നൈസ് അല്ലേ. ബട്ട് ടൂർ പോകുമ്പോൾ എന്തായാലും ഹീൽസ് ഇടാൻ പറ്റില്ല. കാരണം കുറേ നടക്കണം. ലൈക്ക് അത്ര ഹീൽസ് ഒന്നും ഇല്ല, ഇത് ഇത്ര ഹീലേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ നമ്മൾ ടൂർ പോകുമ്പോൾ ഫ്ലാറ്റ്സ് ഇടുന്നതായിരിക്കും ബെറ്റർ. അപ്പം യെസ്. സോ പിന്നെ ഐ ഹാവ് എ ഡിസ്ക്ലൈമർ. ലൈക്ക് ഐ സോ മെനി കമൻറ്റ്സ് ലൈക്ക് യു ആർ ഓൾവേസ് ഷോപ്പിംഗ്, യു ആർ സോ ബ്ലെസ്ഡ്, യു ഹാവ് സോ മച്ച് മണി, അങ്ങനെ കുറച്ച് കമൻറ്റ്സ്. ലൈക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഞാനിപ്പം ഇതിപ്പോൾ എൻ്റെ സ്കൂൾ ലൈഫിൽ ലാസ്റ്റ് ട്രിപ്പാണ്. അപ്പോൾ അതെനിക്ക് കുറച്ച് അടിപൊളിയാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇനി ട്രിപ്പിന് ഇനിയും 2-3 ആഴ്ചകൾ എന്തായാലും ഉണ്ടാകും. അപ്പോൾ ഞാൻ ഇപ്പോഴേ ഓരോ സാധനങ്ങളായിട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടാണ് ഫൈനൽ ഔട്ട് ലുക്ക് കാണുന്നത്, ഒരുമിച്ച് വാങ്ങുന്നതും അല്ല. അപ്പോൾ എന്താ പറഞ്ഞു തന്നെ, ഐ എം ബ്ലെസ്ഡ്, ഐ എം വെരി മച്ച് ബ്ലെസ്ഡ്. ബട്ട് സ്റ്റിൽ ഞാനിപ്പം ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കും. ഞാൻ പറഞ്ഞില്ല, ആ പിങ്ക് ഡ്രസ്സൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്കൊരു ഗ്രൂപ്പുണ്ട്. സോ ആ ഗ്രൂപ്പിൽ നമ്മളത് ഷെയർ ചെയ്യും. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഐ ബോട്ട് ദിസ് എന്ന് പറഞ്ഞ് എങ്ങനെയുണ്ട്, കൊള്ളാമോ ചോദിക്കുന്ന പോലെയാണ് നിങ്ങൾക്കും കാണിച്ചു തരുന്നത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ടു ഷോ ഓഫ്, അങ്ങനെ കാണിക്കാനല്ല. ജസ്റ്റ് ചുമ്മാ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ദാറ്റ്സ് വൈ ഐ ക്രിയേറ്റ് യൂട്യൂബ് ചാനൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കുക. അതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്നുള്ളത്. ആൻഡ് എനിക്കറിയാം കുറേ പേരോട് ചോദിക്കുന്നത് ഹോൾ വീഡിയോ. അതുകൊണ്ടും കൂടിയാണ് ഞാൻ വാങ്ങിക്കുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സോ അത് ആ സെൻസിലെടുക്കും എന്ന് വിശ്വസിക്കുന്നു. ഒരു ഗുഡ് മെജോറിറ്റി വിൽ ടേക്ക് ഇറ്റ് ലൈക്ക് ദാറ്റ്. ആൻഡ് നിങ്ങളാരും ബാഡായിട്ടൊന്നുമല്ല പറഞ്ഞത്. ബട്ട് എനിക്കങ്ങനെ പറയുമ്പോൾ സങ്കടം തോന്നും. സോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. എനിവേ, അപ്പം അത്രേ ഉള്ളൂ. ഇനി
ഇതിങ്ങനെ കണ്ണാടി സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്, ഇങ്ങനെ ചെരിഞ്ഞെഴുകും എൻ്റെ കോലം. എനിക്കെന്നെ ഭ്രാന്തോട് ദേഷ്യം വരുന്നത്, കാരണം ഓയിലുണ്ട്, മുഖത്ത് ഓയിലാണ്, ഫേസൊന്നും ഞാൻ വാഷ് ചെയ്തിട്ടില്ല. അപ്പം ഇനി പോയി ഫേസ് പാക്ക് ഒക്കെ ഇട്ട് പെട്ടെന്ന് പോയി കുളിക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ ചായ ഇട്ട് വെക്കും. സോ നമുക്ക് ചായ കുടിക്കാം. ആൻഡ് ഒരു കാര്യം കൂടെ ഉണ്ട് കാണിച്ചത്, ഹോൾ വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. സോ ഇതും എനിക്കിനി ക്ലീൻ ആക്കണം. ഇത് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് കുളിച്ചിട്ട് വരാം. വീട്ടിൽ വേണ്ടി ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചൊരു പിക്ചർ എടുത്തു. ബട്ട് ദ ഫാക്ട് ഈസ്, സോറി, അവിടെ ഇവിടെയൊക്കെ മിസ്സായിട്ടുണ്ടാവും. അത് ഞാൻ ഇടാനുള്ള ഔട്ട്ഫിറ്റ്, എൻ്റെ കാവകൾ. സംഭവം എനിക്ക് ഹാങ്ങർ തികയാഞ്ഞിട്ട് ഞാൻ കുറേ ഡ്രസ്സുകൾ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. ഇതൊന്നും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഇതൊക്കെ നിങ്ങൾ ഹോൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഈ ഡ്രസ്സും ഇതുമൊക്കെ ഇതിലും ഞാൻ ഇട്ടിട്ടില്ലാത്തതുണ്ട്. ഇതാ ഇവിടെയും വെച്ചിട്ടുണ്ട്. സോ ഈ ഡ്രസ്സുകളെ ഞാനിനി എവിടെ കയറ്റും? അതാണ് അടുത്ത കൺഫ്യൂഷൻ. ഞാൻ എല്ലാത്തിലും നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഈ പിങ്ക് ഹാങ്ങറാണ് ഇട്ടേക്കണം. ഞാനത് മിനീസോന്നാണ് ഈ ഹാങ്ങർ വാങ്ങിച്ചത് സെറ്റായിട്ട്. അപ്പോൾ ഈ ഹാങ്ങർ തികയുന്നില്ല എനിക്കിപ്പോൾ. മീൻസ് ഈ സെയിം കളറും കിട്ടുന്നില്ല മിനീസോയിൽ ചോദിച്ചിട്ട്. അപ്പോൾ ഇനി ഞാൻ വിചാരിക്കണമെന്ന് പറഞ്ഞാൽ ഈ സൈഡ് ഫുള്ള് എനിക്ക് ഫുൾ പിങ്ക് ഹാങ്ങർ വേണം എന്നാണ്. ഇത് ഇപ്പം ഞാൻ എടുത്ത ഡ്രസ്സിൻ്റെയാണ്. ആ ഒരൊറ്റ ഹാങ്ങർ മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിക്കണം ഈ വൈറ്റ് ഇവിടെ ഈ സൈഡ് ഫുൾ വൈറ്റ് ആക്കിയിട്ട് ഇപ്പുറത്ത് പിങ്ക് ആക്കാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അല്ല നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ പല പല കളറാക്കിയ ഒരു രസം ഉണ്ടാവില്ല. യെസ്. അപ്പോൾ ഇപ്പോഴും 5:30 6 മണിക്കാണ് അപ്പോയിൻമെൻറ്റ്. ബട്ട് സ്റ്റിൽ നമ്മളിവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഓക്കെ, നമ്മളെ കൂടെ ചിലപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ വ്ളോഗിൽ കാണും. അപ്പം എൻ്റെ കൊച്ചച്ഛൻ്റെ മോള്, അപ്പോൾ അവൾ നമ്മളെ കാണാൻ വേണ്ടി ഭയങ്കര വാശി പിടിക്കുന്നു. ചിലപ്പോൾ അവൾ നമ്മളെ കൂടെ വരും. സിനിമയ്ക്ക് വരില്ല, കാരണം ആ സിനിമയ്ക്ക് അവളെങ്ങനെ കൊണ്ടുപോകും, അവളെ തിരിച്ചാക്കും. അതുവരെ ചിലപ്പോൾ ഷോപ്പ് ചെയ്യാനൊക്കെ നമ്മളെ കൂടെ കാണും, ചിലപ്പോൾ, അറിഞ്ഞൂടാം. അപ്പം എന്തായാലും ഞാൻ വേഗം പോയി ഇനി ചായ കുടിച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. കുളിക്കാൻ മടി. സോ നമുക്ക് ചായ കുടിക്കാം. ദെൻ ഞാൻ പോയി റെഡിയായി. ആക്ച്വലി ഞാൻ ടൈം ലാപ്സിലാണ് ഷൂട്ട് ചെയ്തത്, റെഡിയായത്. കാരണം കണ്ട് വീഡിയോ ഭയങ്കര ലെങ്ത് ആയിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ടൈം ലാപ്സിൽ ഷൂട്ട് ചെയ്തത്. ഞാൻ പുതിയൊരു ഡ്രയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാനതിൽ കാണിക്കാൻ വിട്ടു. ഞാൻ അത് വെച്ചിട്ടാണ് ഹെയർ ഡ്രൈ ചെയ്തത്. ദാറ്റ് ഈസ് ഓൾസോ ഇൻ പിങ്ക് കളർ. ഐ തോട്ട് ജസ്റ്റ് അതും കൂടെ പറയാം. കാരണം ഞാൻ എപ്പോഴും എൻ്റെ ബ്ലോ ഡ്രയർ വെച്ചിട്ടാണ് ഹെയർ ഡ്രൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൻഡ് വൺ ഓഫ് മൈ സബ്സ്ക്രൈബർ ഐ ഗസ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ ഐ തോട്ട് അതെന്തായിരുന്നില്ല എടുത്ത് പറയണമല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, പെട്ടെന്നായിരുന്നു എല്ലാം. 6 മണിക്ക് അപ്പോയിൻമെൻറ്റ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് 6:30. ഷാർപ്പ് ടൈമിംഗ് ആയതുകൊണ്ട് പിന്നെ അധികം ഒന്നും ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല. ആൻഡ് ദിസ് ഇസ് മൈ OOTD. ഞാൻ ആക്ച്വലി ടൂർ പോകാൻ വേണ്ടി വാങ്ങിച്ചതാണ് ആ ബാഗും ഇതൊക്കെയെങ്കിലും ഞാനതങ്ങ് ഇട്ടു. കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഈ ഒരു ഔട്ട്ഫിറ്റിനോട് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ടായിരുന്നു. പിന്നെ സ്റ്റുഡിയോ പോയിട്ട് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ബ്രദറിനാണ് ഡ്രസ്സ് എടുക്കാൻ പോയത്. പെട്ടെന്ന് ഡ്രസ്സ് എടുത്ത് പിന്നെ മൂവിയൊക്കെ കണ്ട് നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നത് ഒരു 12 മണി ആ ഒരു ടൈമാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ റൂം ഇതാണ്. ഇത് ക്ലീൻ ചെയ്തിട്ട് വേണം എനിക്കിനി കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അതാലോചിക്കുമ്പോൾ അതൊരു വലിയ സ്ട്രെസ്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ.